ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ മാങ്ങാ സീസൺ കഴിഞ്ഞ് എല്ലാ വീടുകളിലും കാണുന്നതാണ് റംബൂട്ടാൻ. ഇപ്പോൾ ഇതില്ലാത്ത വീടുകൾ ചുരുക്കമാണ്. ഞങ്ങളുടെ ചെറുതിലെയൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ഇതില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അത്ര ഒരു ഇതായിട്ടിത് കിട്ടിയിട്ടില്ല കഴിക്കാനായിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടെ ഇത് ഉണ്ട്, സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഒരു ഇത് തന്നെയാണ് കാണുമ്പോൾ അല്ലേ, ഇങ്ങനെ പഴുത്ത് കിടക്കുമ്പം തന്നെ. അപ്പോൾ ഇതില്ലാത്തവരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ നല്ല മനസ്സാണ്. അതുകൊണ്ട് ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് വരിക്കയും കൂഴയും തന്നെ ഉണ്ട്, നമ്മുടെ ചക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിൽ വരിക്കേനമാണ് ഇവിടെ ഉള്ളത്. മിക്കയിടത്തും ചിലത് പുളിയുള്ളതാണ്, അല്ല മൊത്തം മഞ്ഞായിട്ടുള്ളതുണ്ട്. അങ്ങനെ ഒത്തിരി പല ടൈപ്പുണ്ട് ഇത്. അപ്പോൾ ഇതിന് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മാംസം മൊത്തമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് പുളിപ്പെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു പരുവം പച്ച പരുവത്തിലാണെങ്കിലും നമുക്കിത് കഴിക്കാം. ഒട്ടും പുളിയില്ല അതിന്. അപ്പോൾ ഞാൻ ഈ ഒരെണ്ണോട് മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുളിയില്ല, നല്ല നല്ല മധുരമാണ്. ചെറുതിലേ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ പിന്നെ നിപ്പയുടെ കാര്യങ്ങളൊക്കെ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു മടിയായിരുന്നു ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. പിന്നെ ഇപ്പം ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തായാലും നമുക്കിത് കഴിക്കാതിരിക്കാൻ തോന്നുകയില്ല.